നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ. സൗദി അറേബ്യ വധശിക്ഷ വിധിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഗൾഫ് രാഷ്ട്രമാണ്. ഇപ്പോഴും അതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കിഴക്കൻ പ്രവിശ്യയിൽ 5 പേരുടെ വധശിക്ഷ ഒരുമിച്ച് നടപ്പാക്കിയിരിക്കുകയാണ് സൗദി. തീവ്രവാദ കേസിൽ ഉൾപ്പെട്ട 4 സൗദികളുടെയും ഒരു ഈജിപ്തുകാരന്റെയും ശിക്ഷാവിധിയാണ് നടപ്പാക്കിയത്. ആരാധനാലയത്തിന് നേരെ ആക്രമണം നടത്തിയ ഈജിപ്തുകാരൻ ത്വൽഹ, ഹിഷാം, മുഹമ്മദ് അബ്ദു, സൗദി പൗരന്മാരായ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അസീരി, നിസാർ ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ മൂസ, ഹമദ് ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ മൂസ ബിൻ അബ്ദുൽ അസീസ് അൽ തുവൈജിരി എന്നിവരുടെ ശിക്ഷയാണ് നടപ്പാക്കിയതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ഇവർ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ സൈനികർക്കും ആരാധനാ കേന്ദ്രത്തിനും നേരെ വെടിവെപ്പ് നടത്തിയ ഈജിപ്തുകാരൻ ബെൽറ്റ് ബോംബ് സ്ഫോടനത്തിലൂടെ സ്വയം ചാവേറാക്രമണം നടത്താനും ശ്രമിച്ചിരുന്നു. ഭീകരരായ അഹമ്മദും നസാറും ഹമദും ഈജിപ്തുകാരനൊപ്പം ഭീകര സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ആരാധനാ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും പങ്കുവഹിക്കുകയും ചെയ്തു. അബ്ദുള്ള ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടും അതേക്കുറിച്ച് സുരക്ഷാ വകുപ്പുകളെ അറിയിക്കാതിരിക്കുകയും തീവ്രവാദി സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദിയെ പ്രേരിപ്പിച്ചതായും തെളിഞ്ഞിരുന്നു. അതേസമയം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സൗദി ഭരണകൂടം. അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ മുഖം നോക്കാതെ നടപടിയെടുക്കും. എത്ര തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തെളിയിക്കുകയാണ് സൗദി. കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവന് ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കി എന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ദ അറ്റ്ലാന്റിക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ രാജ്യത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്. 2009 ശേഷം ആദ്യമായി ഈ വർഷം പുണ്യമാസമായ റംസാനിൽ വധശിക്ഷ നടപ്പാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.